നമസ്കാരം. പെരിയ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ CPM-നെ വല്ലാതെ ഉലച്ചു കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം 500 രൂപ വെച്ചെടുത്താൽ പോലും ഓരോ പ്രവർത്തകരെടുത്താൽ പോലും പെരിയ കൂട്ടക്കൊല നടത്തിയ അല്ലെങ്കിൽ പെരിയ കൊലപാതകത്തിൽ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ട തുക നമ്മുടെ പാർട്ടിക്ക് ലഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന. അപ്പോൾ ഈ രീതിയിലൊക്കെ പെരിയ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് അല്ലെങ്കിൽ നമ്മുടെ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് സമാനമായ ചില നീക്കങ്ങൾ, ഇതിനെ വിമർശിക്കാൻ UDF-ന് എന്താണ് അധികാരമെന്ന് തൻ്റെ ഇടത്തോടെ ചോദിക്കാൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ നമുക്കുണ്ട്. UDF-ന് നട്ടെല്ല് നിവർത്തി ചെയ്യുന്ന എങ്ങനെ ഇതിനെ ന്യായീകരിക്കാൻ കഴിയും അല്ലെങ്കിൽ ഇതിനെ എതിർക്കാൻ കഴിയും എന്നൊരു ചോദ്യത്തിനുള്ള പ്രസക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുയിൻ അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പരമോന്നത നേതാക്കളിൽ ഒരാളാണ്. മുനി അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം പോയിരുന്നു നാദാപുരം ഏതാണെന്നറിയാമോ? തൂണേരി ഷിബിൻ്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതികളെ സന്ദർശിക്കാൻ അതിനുവേണ്ടി പോയിരുന്നു അത്രേ. ഏകദേശം 15 പ്രതികളോളം ഉണ്ട്. അതിൽ 3-ാം പ്രതി മാത്രമാണ് 2016 കൊല്ലപ്പെട്ടത്. 15-ലാണ് ഷിബിൻ, DYFI പ്രവർത്തകനായ 19 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഷിബിൻ ഈ ലീഗ് പ്രവർത്തകരുടെ കൈകൊണ്ട് കൊല്ലപ്പെടുന്നത്. അവർ കൊന്നുകളഞ്ഞു. അപ്പോൾ ഇതിനെതിരെയുള്ള പ്രതിഷേധം DYFI അല്ലെ പാർട്ടിക്കാർ തന്നെ ചെയ്തതാണ്. 2016 ഈ പറയുന്ന അതിലൊരുത്തനെ അസ്ലം എന്ന് പറയുന്ന ഒരാളെ കൊലപ്പെടുത്തി. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇങ്ങനെ കാര്യക്ഷമമായി നമുക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. കൊലപാതകങ്ങളുടെ ബഹളമായിരുന്നല്ലോ ഏറെക്കുറെ ഒരു കാലഘട്ടം മുഴുവൻ. ഇപ്പം കുറച്ചെങ്കിലും കുറവുണ്ട്, അയവുണ്ട് എന്ന് പറയുന്നതാവും ശരി. അപ്പോൾ എന്ന് തന്നെയാണെങ്കിലും ഈ രീതിയിലാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഇവരെ വെറുതെ വിടും വരെ നിയമ പോരാട്ടത്തിന് താൻ തയ്യാറെടുക്കുകയാണ് എന്നുള്ള ഉച്ചത്തിലുള്ള പ്രഖ്യാപനമാണ് അതിന് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഇവരെല്ലാം നിരപരാധികളാണത്രേ. അതായത് പ്രതികളാക്കി ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാവരും നിരപരാധികളായ ചെറിയ കുട്ടികളാണ്. അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി പാർട്ടി ഒറ്റക്കെട്ടായി, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഒറ്റക്കെട്ടായി അവർക്കൊപ്പം നിലകൊള്ളും എന്നുള്ളതാണ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ അവിടെ പോയി ഈ പ്രതികളെ കണ്ടതിന് ശേഷം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. അതായത് ഇപ്പം ഉണ്ടായിരുന്ന വിധി, വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി നമുക്കറിയാം, ഹൈക്കോടതിയാണ്. പിന്നെ ഈ പ്രതികൾ ഏകദേശം 6 പ്രതികൾക്കാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടത്. ഒന്നാം പ്രതി എന്ന് പറഞ്ഞാൽ തയ്യമ്പാടി ഇസ്മയിൽ, തെയ്യമ്പാടി മുനീർ, വാറങ്കിത്താഴെക്കുനിയിൽ സിദ്ദിഖ്, 5-ാം പ്രതി മണിയണ്ടവിട മുഹമ്മദ് അനീസ്, അങ്ങനെ കളമുള്ളതിൽ കുനി ഷുഹൈബ് എന്ന് പറയുന്ന ഇത്രയും പേർക്ക് 6 പ്രതികൾക്ക് ജീവപര്യന്തം തടവിന് വിധിച്ചു. അപ്പം വിചാരണ കോടതി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കുറ്റവിമുക്തർ വെറുതെ വിട്ടു. അതായത് ഈ പ്രതികളൊന്നും കുറ്റം ചെയ്തിട്ടില്ല എന്നും ഇവരൊക്കെ നിരപരാധികളായ കുട്ടികളാണെന്നും വിചാരണ കോടതി വിധി എഴുതി. എന്നാൽ ഇതിനെതിരെ അപ്പീൽ പോയപ്പോഴാണ് ഹൈക്കോടതി ഇവരെ ശിക്ഷിക്കുകയാണ്, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയായിരുന്നു. അത് തെറ്റായി പോയി എന്നാണ്, ആ വിധി ശരിയല്ല എന്നുള്ള നീക്കമാണ് മുനി അലി ശിഹാബ് തങ്ങൾ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങ് സുപ്രീം കോടതി വരെ പോയി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതിന് പാർട്ടി ഒറ്റക്കെട്ടായി, അതിനി എത്ര തുക മുടക്കുന്നതിനും പാർട്ടിക്ക് യാതൊരു മടിയുമില്ല. ഈ പറയുന്ന നിരപരാധികളെ രക്ഷിക്കണം. ഇവരെല്ലാം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ് എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കണം. ഈ പിടിയിലായ എല്ലാവരും അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കുണ്ട്. ലീഗിനകത്ത് ഈ കൊലപാതകം നടത്തിയ ഷിബിൻ എന്ന് പറയുന്ന തൂണേരി ഷിബിനെ കൊലപ്പെടുത്തിയ കേസിലെ എല്ലാ പ്രതികളും ലീഗുകാരായതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്തം നിലനിൽക്കുന്നത് മുസ്ലിം ലീഗിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ഇവരെ സംരക്ഷിച്ചേ മതിയാകൂ. അതുകൊണ്ട് ഒറ്റക്കൈക്ക്, അതായത് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും. അദ്ദേഹം പോയത് ഈ ഹാരിസ് എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് ഒപ്പമാണ് ഇദ്ദേഹം അവിടെ പോയി ഇവരെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് നീക്കം നടക്കുന്നത്. ഇവർക്ക് എന്താണ് പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPM-നെ കുറ്റം പറയാൻ അവകാശം? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. CPM-നെ കുറ്റം പറയാൻ ഇപ്പോൾ പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് CPM-നെ കുറ്റം പറയുന്ന മുസ്ലിം ലീഗിന് എന്ത് ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്, ധാർമ്മികമായ അവകാശമാണ് ഇക്കാര്യത്തിലുള്ളത്? എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? ഒരു ധാർമ്മികതയുമില്ല. അത് കൊലപാതക കേസിൽ പ്രതികളായ തങ്ങളുടെ ജീവപര്യന്തം സൃഷ്ടിക്കപ്പെട്ട 6 പ്രതികളെ വെറുതെ വിടണം എന്നും പറഞ്ഞുകൊണ്ട് വെറുതെ വിടാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്ന മുസ്ലിം ലീഗിന് എന്ത് അവകാശമാണ് CPM-നെ കുറ്റം പറയാൻ? അല്ലേ?
അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ലീഗ് ഇങ്ങനെ നിൽക്കുകയാണ്, ലീഗ് അവരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുത്തേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ലീഗുകാരുടെ ഇരട്ടത്താപ്പ്. സ്വന്തം പാർട്ടിക്കാർ തെറ്റ് ചെയ്താൽ അത് നല്ലതാണ്, അവർ തെറ്റല്ല, അവർ നിരപരാധികളാവുന്നു. മറ്റു പാർട്ടിക്കാരൻ ചെറിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതെല്ലാ രാഷ്ട്രീയ കക്ഷികളിലുള്ളതാണ്, മറ്റു പാർട്ടിക്കാരൻ ചെറിയ തെറ്റ് ചെയ്താലും അവൻ കൊടിയ പാതകിയായി മാറുന്നു. ആ ഒരു തലത്തിലുള്ള രീതിയാണ് ഇപ്പോൾ ഈ പറയുന്ന മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ പുലർത്തിയിരിക്കുന്നത്. എന്തായാലും ലീഗ് വലിയ സംഭവമായി പറയുന്ന, അല്ലെങ്കിൽ UDF പ്രധാന കക്ഷിയായ ലീഗ് ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ UDF തൽക്കാലം മൗനം പാലിക്കേണ്ടി വരും.